മോളിക്കുട്ടിയേ, എണീക്കടി. ഒരുത്തിയെന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. ഇനി അങ്ങോട്ട് എഴുന്നേക്കാൻ. നേരം വെളുത്തില്ല അമ്മച്ചി. പിന്നെ എന്നാത്തിനാണെന്നോ? പള്ളി പോണ്ടായിടി. ഞാൻ അതിന് ഞായറാഴ്ച 1-ാം കുർബാനയ്ക്ക് പോവാറില്ലല്ലോ. ഇപ്പൊ ഇതെന്നതാ ഒരു പുതുമ? നിന്നെ കാണാൻ വരത്തില്ലോടി നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ തന്ത. കുളിച്ചെഴുന്നേറ്റ് പള്ളി പൊടി ദൈവ വിചാരത്തോടെ. എടി എടി മൂദേവി, എടി സൂസി, എടി എഴുന്നേക്കടി എവിടുന്ന്. സ്ത്രീധനം കൊടുക്കാനോ 10 കാശില്ല. ഇനിയിപ്പോ ദൈവാനുഗ്രഹത്താലേ നിന്റെയൊക്കെ കല്യാണം നടക്കത്തുള്ളൂ. മൂദേവികള് ഇനിയിപ്പൊ എഴുന്നേറ്റ് 1-1.5 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പൊട്ടും ചാന്തം മാരി തേച്ചെന്നും വെച്ച് ഒരുത്തനും വന്ന് കെട്ടിക്കൊണ്ട് പോകത്തില്ല കേട്ടാ. കുഴി കൊച്ചു നല്ല 1-ാം നമ്പർ അർക്കീസാ. കണക്ക് പറഞ്ഞ അയാൾ കാശ് വാങ്ങിക്കും. പള്ളിയിൽ ചെന്ന് ഉണ്ണിയേച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അയാൾക്ക് കൂടുതൽ കാശ് ചോദിക്കാൻ തോന്നല്ലേ. അപ്പന്റെ പാങ്ങിന് ഒതുങ്ങിയ മാതിരി ചോദിക്കണേന്ന്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം. 4 ഏക്കർ റബ്ബറും 1 ഈടലിന് 600 തേങ്ങായും കിട്ടുന്ന പത്തനംതിട്ടക്കാരൻ പത്രോസ് കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൊടുത്ത കരിപ്പട്ടി കാപ്പിയും അവല് നനച്ചതും തിന്നും വെച്ച് എന്റെ മുഖത്തോട്ടൊരു നോട്ടം. ഓ, ഇപ്പോഴും എന്റെ ഉള്ളു ധരിച്ചു പോവും. ഇവളുമാരെ പോലെ വല്ലതും ആയിരുന്നോ അന്ന് ഞാൻ കാണാനിരുന്നത്? നല്ല കറുത്തിരണ്ട മുടിയും കരിങ്കൂവള കണ്ണും. കർത്താവേ, എന്റെ കണ്ണും കൂടെ ചെറുതായിപ്പോയി. 17ക്ക് 17 മൽമൽ മുണ്ടും ഒക്കെ കൂടെ ഇടവകയിലൊരു മേളാംഗം തന്നെ ആയിരുന്നേ. അന്ന് കരിസ്മാറ്റിക് ധ്യാനിപ്പിക്കാൻ വന്ന കോവേന്തപ്പട്ടക്കാരൻ കൊച്ചച്ചൻ എന്നതാ പറഞ്ഞ്. നീ ഇങ്ങനെ എന്റെ തൊട്ടു മുമ്പിൽ വന്നു നിന്ന് കയ്യും മെയ്യും മറന്ന് ധ്യാനിക്കല്ലേ എന്റെ പൊന്നേലിയാമേ, ഞാൻ പാവിയായി പോവേന്ന്. അങ്ങനെയുള്ള ഞാൻ എവിടെ കിടക്കുന്നു, ഇവളുമാരെവിടെ കിടക്കുന്നു? എന്റെ വിധി എന്റെ മക്കൾക്ക് വരല്ലേന്ന് ഓർത്താ ഞാൻ കർത്താവിനെ കണ്ടാ നല്ല സുന്ദരനാണോ? ചേച്ചിക്കൊന്ന് ആലോചിച്ചാലോ അമ്മച്ചി? പോടി കുരുത്തം കെട്ടോളെ, അതേ പ്രസംഗം പറയുന്നു. ആ ചെക്കനെ കണ്ണി പിടിക്കാൻ പ്രാർത്ഥിക്കടി. നേരെ ചേച്ചി, വേഗം പോയി കുളിച്ച് പ്രാർത്ഥിക്ക്. ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞിട്ടാണല്ലോ എനിക്ക്. എന്നതാ എന്റെ പുന്നാര സൂസിമോള, അങ്ങനെ മാത്രം കരുതണ്ട കേട്ടോ. അതെ, പെറ്റ് വീണപ്പോ ഒരു എലിവാല് പോലെ ഉണ്ടായിരുന്നുള്ളൂ നീ. നിലങ്കാര ചുമയും കരപ്പനും വന്ന് ചട്ടുകാലം വൈദ്യം തന്ന മരുന്നും കഷായവും തിന്നിട്ട് ചാവാതെ ചത്ത നിന്നെ നേർന്നാ ഞാൻ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു വേണോടാ? ആ അന്ത്രു, താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോ. അങ്ങോട്ട് വരാനില്ല. അതെന്താണ് പാടണപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ട. ഇടോ, ഉപ്പും കോലുമുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായം കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടര് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ. കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാവല്ലോ എന്നും കരുതിയാ. താനൊരു 10 മുട്ട ഇങ്ങ് തന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യരാ, അത് കൊള്ളാം. ആ ജോണിക്കുട്ടിന്നോ ഏതാണ്ട് ഒരുത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണ്ട എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടെടുത്തേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. ആ, അതാ പുറകെ കിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ, ഒരു പുത്തൻ പണക്കാരൻ. കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ലവനെ വിളിക്കേണ്ടത്, കൂപ്പൻ. അവളുടെ ആട്ടും തുപ്പൊന്നും എനിക്കറിയാൻ മേലായിട്ടല്ല. പക്ഷേ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി അതായിപ്പോയി. സൗകര്യക്കാരനായി പോയില്ലേ, പാപ്പൻ മുതലാളിയായി പോയി. പട്ടി കടിക്കാനായിട്ട് ഇലക്ഷനിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി. ഇല്ലെങ്കിൽ എന്റെ പഴയ സ്വഭാവത്തിനായിരുന്നെങ്കിൽ ഏലിയമ്മയും മക്കളെയും കൂടി ചവിട്ടിയും പുറത്തിറക്കിയേനി. ഉള്ളതാപ്പാ, അപ്പന്റെ ഈ മണാഗുണ വർത്തമാനം അല്ലാതെ പ്രവൃത്തിയിലൊന്നും കാണാനില്ല. ഒരു ദിവസത്തേക്ക് എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. ആ തള്ളയും മക്കളെയും കൂടെ ചവിട്ടിയാൻ വഴിയിറക്കി കാണിച്ചു തരാം. ഒന്നാം തരം ഒരു വീടും ബംഗ്ലാവും കെട്ടിയിട്ട് അതിന്റെ മുമ്പിൽ കുടികിടപ്പുകാരെ പോലെ ഒരു കൂനാമൂച്ചി പെരയും അതങ്ങോട്ട് തട്ടിപ്പൊളിച്ച് കളഞ്ഞ നമ്മുടെ വീട്ടിന് എന്നാ ഷോ ആയിരിക്കും അപ്പാ പുറത്തുനിന്ന്. അപ്പൻ എന്നാ അത് മനസ്സിലാവാത്തത്? കൊല്ലം 2 ഇറങ്ങിത്തരാൻ പറഞ്ഞിട്ട് പൊന്നും വില കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല.
ഇനി അങ്ങോട്ട് ചവിട്ടി ഇറക്കണം. അപ്പനൊന്ന് കണ്ണടയ്ക്കാമോ? ഞാൻ ഇറക്കിത്തരാം. മോനെ ജിമ്മി, നീ നല്ല ജീവനോടിരിക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ചാൽ മതിയെന്ന് ഈ അപ്പനുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ തള്ളയില്ലാത്ത നിന്നെയും ഈ കുഞ്ഞിനെയും ഞാൻ വളർത്തി ഈ നിലയിലാക്കിയത്. ആ ഏലിയാമ്മയുടെ ആങ്ങളമാരുണ്ടല്ലോ, ഗജപോക്രികള്, ഉപ്പുകണ്ടം ചട്ടപ്പിമാര്, അവരെ നീ തല്ലിയിറക്കും. അവന്മാര് വന്ന് നിന്നെ എടുത്തിട്ട് മെതിക്കും. എന്റെ പൊന്നപ്പാ, അതൊക്കെ പിച്ചാത്തിയും വെട്ടുകത്തിയും കേസാ. ഞാനേ തോക്കെടുക്കും, തോക്ക്. ആ തോക്കും വെടികൊണ്ട് ഒന്നും വേണ്ട. ഇന്ന് വികാരി അച്ഛൻ ഒരു കോംപ്രമൈസ് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എന്താവുന്ന്. മരം കയറി മറിയാമേ. നിന്റെ തള്ളയാടാ മരം കയറി മറിയാമ്മ. ഞാൻ എന്റെ തള്ളയെ തന്നെയാ വിളിച്ചത്. വെറുതെ അല്ലടാ മരമാക്രി. നിന്റെ തന്ത ഷാപ്പിലിരുന്ന് തന്തയ്ക്ക് 7 ദിവസം മുമ്പുണ്ടായവനെന്ന് നിന്നെ വിളിക്കുന്നത്. ഒരുത്തം കെട്ടവനെ. എനിക്ക് പള്ളിയിൽ പോയാലുള്ളതാ. വന്ന് കാപ്പിതാകല്ലേ. കൂനാമൂച്ചിൽ മിസ്റ്റർ മൈക്കിളിന്റെ വീട് എവിടെയാണ്? ഐ ആം അതെ, കുഴിക്കൊച്ചി. കൊങ്ങാണ്ടൂരുകാരൻ കുഴിക്കൊച്ചി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സ്റ്റേഷനറി കട നടത്തുന്ന മുണ്ടക്കയത്ത് 8-10 ഏക്കർ റബ്ബർ തോട്ടമുള്ള കുഴിക്കൊച്ചി. വയസ്സ് ഈ വരുന്ന നേരത്തിൽ 61 തികയും. ഈ പ്രദേശത്തൊക്കെ അപ്പോ നമ്മളെ അറിയും. ചേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാണ്. ചേട്ടനോട് മാറിയിരുന്നേ. അതാണെങ്കിൽ മാറിയിടോ വണ്ടി വിട്, വണ്ടി വിടോ. കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം. വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം. അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് സ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. അല്ലടാ പാപ്പി, പിന്നെ ഈ തന്തയുടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ. പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ, ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്തയ്ക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശാലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചോ. അവന് വീട്ടിൽ ചില പോക്കുവരത്തൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺപിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയി എന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ വലിഞ്ഞു. കൂനാമൂച്ചി മിസ്റ്റർ മിഗേൽ ഒന്നോടാ ഇവിടെ? ഇറങ്ങി വാട പട്ടി, ഇങ്ങോട്ട് വാടാ. നീയാണോടാ മിസ്റ്റർ കൂനാമൂച്ചി മിഗേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോടാ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പിടിക്കടാ പിടിക്കും. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി? നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. പാപ്പച്ചൻ പറഞ്ഞത് മോണയാണോ? നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖായിലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്തിട്ട് നിപ്പ് നിന്നില്ല. വിളിക്കണം വിളിക്കണം. എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടേച്ചു പോവാം. ചേച്ചി, ആരാടത്? ചേച്ചി ഒരു പ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്ത് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ,
കൈകൊണ്ട് നിൽക്കുകയാണെന്നാ തോന്നുന്നത്. കർത്താവേ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി ഭദ്രകാളി. അയ്യോ എടാ കുട്ടപ്പ, വഴിയിലെങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ ഇതെന്താ ഭ്രാന്തോ? നിന്റെ അപ്പന്, നിന്റെ അപ്പന്. എന്നതാ മോളെ? എന്നാ താനായിരിക്കും മിസ്റ്റർ മികേൽ. എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. പെണ്ണെ, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാ കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു. ഇപ്പൊ അപ്പോ 15 years old. Gold is old. എടോ മികേലെ, കള്ളപ്പുണ്യാള, തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചേ നോക്കുകയാണല്ലേ. താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഏത് ഭദ്രകാളുടെ കാര്യ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ. എടാ മികേലെ, ഉളുപ്പില്ലാത്തോനെ. എടാ, രാവിലെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. എവിടെ എന്റെ കൊട? നമുക്ക് സമാധാനം ഉണ്ടാക്കാം. തള്ളക്ക് കൊടുത്തോ? ഞാൻ പിന്നെ വെളിക്കോട്ടെ. ഇയാൾക്ക് എന്താ പറ്റി എന്റെ കർത്താവേ? നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ. ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായെല്ലാം കുടിച്ചേച്ച് വന്നേച്ചാ ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് 4 വർത്താനം ഞാൻ പറഞ്ഞേച്ചുമ്പാ. പോയിട്ട് വരെ. പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ, മിഖായലേട്ടനോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം. കേറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കേറി വരണം മനുഷ്യാ. വാ. എന്താ വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേരും മിക്കായാലേട്ട. കണ്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം. പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങനെ വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിട്ടുണ്ട്. വസ്തു തരത്തില്ലാന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പൻ അറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടയും പന്നിയിറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്ക് പട്ടയല്ല, സ്കോച്ചും പന്നിയിറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിൽ ഒരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. വരട്ടെ. രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നോ? ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ തല്ലുകൊള്ളും പറഞ്ഞേക്കാം. തന്റെ കൊടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല, ദൈവമാണ്. എടാ, എന്റെ മോക്ക് ഭ്രാന്താണെന്നില്ലേ? ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോടാ ഭ്രാന്ത്. ഞാൻ ആള് പെശക. ചൊണയുണ്ടെങ്കിൽ തല്ലടാ. കോഷണ്ടി ചാണത്തലയാ. പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കിയ കാശിന്റെ മൂപ്പ് കയ്യിലിരിക്കട്ടാ. പൂനേമുചേലിയമ്മയുടെ കളിക്കരുത്. നീ നിന്റെ ചെവിക്ക് തൊള്ളിക്കോ. ആയിക്കോളാം.